എല്ലാ പരിമിതികൾക്കും മുകളിലാണ് ദൈവം എന്നുള്ള ശക്തി അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് തോട്ട് പ്രോസസ്സിൽ നിന്നാണെന്നാണ് പറയുന്നത്. നമ്മൾ എന്താണോ അവിടെ കൊടുക്കണം അതിൻ്റെ പ്രതിഫലനം അവിടെ വരും. എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ. എന്താണോ ചോദിക്കണം അതിൻ്റെ പ്രതിഫലനം വരും. അപ്പം നമുക്ക് വരുന്ന എല്ലാ ബന്ധങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും ഒരുമാതിരി ഒരു മന്ത്രദീക്ഷ എടുത്തവരെല്ലാവരും ചൊല്ലുന്ന ഒരിതാണ് ലോകാസമസ്ത സുഖിനോ പോകുന്നത്. ദൈവത്തിൻ്റെ പേരിൽ കലഹിച്ച്, രാജ്യത്തിൻ്റെ പേരിൽ കലഹിച്ച്, ജാതിയുടെ പേരിൽ കലഹിച്ച്. ഇപ്പോൾ നമ്മൾ പട്ടീനെ ആകർഷിക്കാൻ ബൗബോ എന്ന് പറയും. പൂച്ചയ്ക്ക് ബൗബോ എന്ന് പറഞ്ഞ് പട്ടീനെ ആകർഷിക്കാൻ പറ്റുകയില്ല. ആരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ജാതകത്തെ കുറ്റപ്പെടുത്തും, രാജ്യത്തെ കുറ്റപ്പെടുത്തും, രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തും, ഇതൊക്കെ ചെയ്യും. അദ്ദേഹത്തിനെയും ആ ആഗ്രഹിച്ച ആളെ രാഷ്ട്രപതി ഭവനെ വരെ ഈ യൂണിവേഴ്സ് എത്തിച്ചു. നിങ്ങൾക്ക് തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കാൻ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ നിൽക്കും. ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ റിസൾട്ട് വരും. അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞ ഇതിൽ തീവ്രമായിട്ട് ആഗ്രഹമുള്ളവർ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും. സാർ, ഈ കുട്ടികളെ പോലെ തന്നെ ഈ സ്ത്രീകൾക്കാണ് കൂടുതൽ ഇൻഡ്യൂഷൻ പവർ ഉള്ളതെന്ന് സാറ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരും കൂടുതൽ ഇൻഡ്യൂഷൻ അവർക്ക് പ്രകൃതി നൽകുന്നുണ്ടോ? അവർക്ക് തീർച്ചയായിട്ടും പ്രകൃതി നൽകുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി നിലനിൽക്കുന്നത് ഒരു സ്ത്രീ സങ്കല്പത്തിലാണ്. സ്ത്രീകളുടെ ഇത് വെച്ചാണ് പ്രകൃതി നിലനിൽക്കുന്നത്. കാര്യം സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വംശവർദ്ധനവുള്ളൂ. പ്രത്യേകിച്ച് ഒരു പുരുഷനിൽ പോലും സ്ത്രീയുടെ ഇതുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി? പിന്നെ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ലാസ്റ്റ് ഇത് ചേരും എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അല്ലേ? ഇപ്പോൾ ഭൂമിയിലൊരു പകലും രാത്രിയുണ്ട്. ഈ പകലും രാത്രി ആശ്രയിച്ചിരിക്കുന്നത് സൂര്യനെയാണ്. ഭൂമി കറങ്ങുന്നതനുസരിച്ച് സൂര്യൻ്റെ ആ പ്രകാശം വെച്ച്, അത് സൂര്യൻ പ്രകാശ സംരക്ഷണം നടത്തുന്ന ഫോട്ടോസിന്തസിസ്, പല തത്വങ്ങളുണ്ടല്ലോ. ഇതുപോലെ തന്നെ പ്രപഞ്ചത്തിനും ഒരു ലൈറ്റ് വരാൻ പാടില്ല, കാണുമല്ലോ. ആ ലൈറ്റാണ് പരാശക്തി എന്ന് സങ്കല്പിക്കുന്നത്. അങ്ങനെ പല ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അത് പ്രപഞ്ചം എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അത്രയും നാളത്തേക്ക് ഇത് മിത്താണെന്നോ സൂഡോ സയൻസ് ആണോ എന്ന് പറയാം. പക്ഷേ സ്ത്രീകളിൽ കുറേയധികം അറിയാൻ പറ്റും. എപ്പോഴും സ്ത്രീകളിൽ ഇപ്പോൾ ചിലപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അവർ ടെസ്റ്റ് നടത്തുന്നതാണ് കൺസീവ് ആയോ അല്ലേ? സാധാരണ വിവാഹം കഴിഞ്ഞ് കൺസീവ് ആയോ. ഈ സംശയം അവർക്ക് തോന്നുമ്പോൾ ഈ ഒരു ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ, അവിടെ ഒരു സംയോഗം നടന്നിട്ട്, പക്ഷെ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ ഇവരിൽ ആ കമ്മ്യൂണിക്കേഷൻ നടക്കും. അത് പല ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു തോന്നൽ ആ സമയത്ത് വന്നില്ലേ, ഒരു കുഞ്ഞ് വന്നു, ഒരു കുഞ്ഞ് ഇത് ബീജാവാപം നടന്നു എന്ന് പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ ഡേ ആകുമ്പോൾ ഇവരിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് ശക്തമാണ്. അതൊരു ഇൻഡ്യൂഷനാണ്. അത് 90% കറക്റ്റായിരിക്കും. അപ്പോൾ ഈ യൂണിവേഴ്സ് അവരിലേക്ക് എന്തോ ഇത് കൊടുക്കുന്നില്ലേ. അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാകത്തില്ലേ ചിലപ്പോൾ? അത് എങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്ത് മാറ്റം വരും? വയറൊന്നും വീർക്കാൻ പോകുന്നില്ല ഒരു ദിവസം കൊണ്ട്, ഒന്നും വരികയല്ലേ. എങ്ങനെ അല്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ ആകുമ്പോൾ നമുക്കത് എങ്ങനെ അറിയും? ഓക്കെ, ഒരു ഭാര്യാഭർത്തൃ ബന്ധം നടന്നു എന്നുള്ളതല്ലാണ്ട് വേറെ അത് അതിന് മുമ്പും നടന്നിട്ടില്ലേ? സാധാരണ യുവമിഥുനങ്ങളാകുമ്പോൾ ഇത് സാധാരണ നടക്കുന്നില്ലേ? ഈ പർട്ടിക്കുലർ ഡേയിൽ എനിക്ക് ഗർഭധാരണം നടന്നു എന്ന തോട്ട്സ് ഇവരിൽ വരുന്നുണ്ട്, വന്ന അനുഭവമുണ്ട്. എല്ലാവർക്കും വന്നു എന്ന് അവകാശപ്പെടുന്നില്ല. അത് വന്നു എന്നുള്ളത് നമുക്ക് സമ്മതിക്കാൻ പുരുഷന്മാർക്ക് എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ പുരുഷനൊരിക്കലും പറയാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഈഗോ അവിടെ വർക്ക് ചെയ്യും. നമ്മുടെ ഈഗോ വർക്ക് ചെയ്യും. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, പക്ഷെ അവർക്കറിയാൻ പറ്റും. കുറേ ആൾക്കാരോട് ഇത് ചോദിച്ചപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെയാണ്, ഇങ്ങനെ ഇതുണ്ടാകും എന്നുള്ളത് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറൊരു തലം കൂടി ഉണ്ട് അവർ. അപ്പോൾ അവർ ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ജാതകം നോക്കി കുട്ടികളില്ല എന്നുള്ള അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ജാതകം എന്തിൻ്റെയും പരിമിതികൾക്ക് മുകളിലാണ് ദൈവം എന്ന് പറയുന്ന ശക്തി. എല്ലാ പരിമിതികൾക്കും മുകളിലാണ് ദൈവം എന്നുള്ള ശക്തി. ആ പരിമിതികളില്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞത് വേണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്ന എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്ന ശക്തി വേണ്ട, ആവശ്യമില്ല, ഓർക്കുകയില്ല. അപ്പോൾ നമ്മുടെ പരിമിതികളെ അത് മാറ്റാനായിട്ട് ദൈവം എന്ന് പറയുന്നൊരു ശക്തിക്ക് കഴിവുണ്ടെങ്കിൽ തീവ്രമായിട്ട് ഈ പറഞ്ഞത് ഗർഭധാരണം നടക്കുമ്പോഴത്തേക്കും ഈ ബന്ധപ്പെടുമ്പോൾ ഗർഭധാരണം നടന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ തിരിച്ചിവർ സങ്കല്പം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധപ്പെടുമ്പോൾ ഗർഭധാരണം നടക്കും. ആ പവർ സ്ത്രീകൾക്കുണ്ട്.
അതായത് അവർ ബന്ധപ്പെടുമ്പോൾ അവര് സങ്കല്പം കൊടുക്കുക. ഞങ്ങളിൽ ഗർഭധാരണം നടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തോ ഓറയോ ശാരീരികമോ അല്ലെ സ്ഥൂല ശരീരത്തിലോ സൂക്ഷ്മ ശരീരത്തിലോ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ നമ്മുടെ മൈൻഡ് പവർ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ, ഞാൻ മൈൻഡ് പവർ ക്ലാസ്സിന് പോയപ്പോൾ ആ സമയത്തൊരു കേരളത്തിലെ പ്രമാദമായ ഒരു എന്താണ് ഒരു ലേഡിയെ ഹറാസ് ചെയ്ത ഇത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പ്രദീപ് സാറായിരുന്നു അതെടുത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത് സംഭവിക്കുന്നത് തോട്ട് പ്രോസസ്സിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഈ തോട്ട് പ്രോസസ്സ് ഊർജം പുറപ്പെടുവിക്കുകയാണ്. ഈ പെൺകുട്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനത്തിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഇവരുടെ മനസ്സിൽ പേടി വരികയാണ്, ആരെങ്കിലും വരുമോ, ഇത് ചെയ്യുമോ എന്നുള്ള പേടി വരികയാണ്. അപ്പോൾ ഇത് ഫ്രീക്വൻസി ആയിട്ട്, അപ്പോൾ ഇവരുടെ സങ്കല്പമായി അല്ലെങ്കിൽ ഇവരുടെ ഇൻഡ്യൂഷൻസായി ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു അവസരം കാത്തു നിൽക്കുന്ന ആൾക്കുള്ള ക്ഷണക്കത്തായിട്ട് അത് അവിടെ ചെല്ലും, ഫ്രീക്വൻസി ആയിട്ട് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഈ ആൾ ഇവിടെ തന്നെ എത്തിപ്പെട്ടിട്ട് ഈ എന്താണോ പേടിച്ചത് അത് സംഭവിക്കും. അത് പലപ്പോഴും എങ്ങനെ പറഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ആവശ്യമുള്ളത് ചിന്തിക്കുക. പിന്നെ ഇങ്ങനത്തെ ചിന്തകൾ വന്നാൽ നമ്മൾ ശ്വാസം ശക്തമായിട്ട് പുറത്ത് വിടുക, കൈ ഇങ്ങനെ പുറത്ത് വിട്ടിട്ട് ശ്വാസം ശക്തമായിട്ട് പുറത്ത് വിട്ടിട്ട് റിജക്റ്റ് അടിക്കുക. ഇപ്പം ചിലർ പറയും ക്യാൻസൽ എന്നുള്ളതല്ല, റിജക്റ്റ് വരുമ്പോൾ തന്നെ തള്ളി എന്നുള്ള ഒരു ഇതാണ് റിജക്റ്റ്. നമ്മളോട് തന്നെ പറയുക, നമ്മളോടല്ല, നമ്മളിത് പറയുമ്പോൾ ഏതാണോ എനർജിയിലേക്ക് ഇതാകുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ പല കാര്യം ഈ ഇൻഡ്യൂഷൻസ് പറഞ്ഞത് തന്നെ ചില പേടിയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരാൾ സൈക്കിളിൽ യാത്ര ചെയ്യുകയാണ്, അപ്പോൾ ഒരു ലോട്ടറിക്കാരനെ കണ്ടപ്പോൾ ഇങ്ങനെ ലോട്ടറി വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ പറയുകയാണ്, ജ്യോതിഷം അറിയാമെന്ന് പറയുന്ന ഒരാൾ പറയുന്നത്, നിനക്ക് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ യോഗമുണ്ട് കേട്ടോ, ഇപ്പം നല്ല സമയമാണ്, ആ ലോട്ടറി വാങ്ങിച്ചോളൂ എന്ന് പറയുകയാണ്. ലോട്ടറി വാങ്ങിയത് നീ ഇനി പോകുമ്പോൾ സൂക്ഷിക്കണം, നീ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഏതിനാണ് സാധ്യത കൂടുതൽ? രണ്ടാമത് പറഞ്ഞത്. ഇയാളിൽ പേടി വന്നു, അവിടെയാണ് സംഭവം വരുന്നത്. കാര്യം ആ കോൺഷ്യസ് മൈൻഡിൽ വന്നത് സബ് കോൺഷ്യസിൽ പോയി കഴിയുമ്പോൾ ഇങ്ങരുടെ സങ്കല്പമോ അല്ലെങ്കിൽ ഇങ്ങരുടെ ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യിക്കേണ്ടത് യൂണിവേഴ്സിൻ്റെ ആവശ്യമാണ്. യൂണിവേഴ്സിന് അതാണ് ഈ ഗുണദോഷങ്ങളില്ല, ദൈവം എന്ന് പറയുന്ന ശക്തി നിർഗുണ പരബ്രഹ്മമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. നമ്മൾ എന്താണോ അവിടെ കൊടുക്കണം അതിൻ്റെ പ്രതിഫലനം അവിടെ വരും. എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ. എന്താണോ ചോദിക്കണം അതിൻ്റെ പ്രതിഫലനം വരും. അപ്പോൾ പലതും നമ്മളിലാണ് വരുന്നത്. അത് സ്ത്രീകൾക്ക് കൂടുതലാണ്. സ്ത്രീകളിൽ നമ്മളെക്കാളും കൂടുതൽ ശരീരശാസ്ത്രപരമായിട്ട് അവരിൽ വ്യത്യാസമുണ്ട്. ഒരേ സമയം സ്ത്രീകൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വരുന്ന എല്ലാ ബന്ധങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. നമ്മളിലുള്ള ഇത് വിട്ടുപോകുന്നതിന് നമ്മളോട് ആളുകൾ അടുക്കുന്നതും വിട്ടുപോകുന്നതും നമ്മുടെ തന്നെ കാരണങ്ങളാണ്. നമ്മളും അതിനൊരു കാരണമാണ്. നമ്മൾ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, നമ്മളും അതിനൊരു കാരണമാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പം നമ്മൾ അവരെ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അവർ നമ്മളെ വിട്ടുപോകുന്നത്. നമ്മളവരെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ നമ്മൾ അവരെ ഇപ്പോൾ ഞാൻ നിസ്സാരം പറയാം. ഇന്നലെ ഒരാൾ വന്നപ്പോഴത്തേക്കും ഒരാൾ എന്നെ വിളിച്ചു, സാറ് പറയുന്നുണ്ടല്ലോ എപ്പോഴും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയണം, ലോകത്തിലുള്ള എല്ലാത്തിനും സുഖമാവട്ടെ എന്ന്. അപ്പോൾ ലോകത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളില്ലേ, അപ്പോൾ നമ്മൾ ലോകാ സമസ്ത സുഖിനോ വരുമ്പോൾ അതിനെ അംഗീകരിച്ചു എന്നില്ലേ. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞത്, നമ്മൾ ഭക്ഷണം പോകുന്ന വയറ്റിലാണ്, ഈ വയറ്റിൽ നിന്ന് തന്നെയാണ് മലമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം ഇത് അങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ വയറ് അതിൻ്റെ സ്ഥാനമാണെന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും. ഇന്നലെ രാത്രി ഒരാളോട് സംസാരിച്ചത്, അത് പോയില്ലെങ്കിൽ നമുക്ക് ഏറ്റവും അതെ. അപ്പോൾ ഇതുണ്ട്, ഈ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇപ്പോൾ നിസാരം നമ്മുടെ ഭാരതദേശത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുമാതിരി ഒരു മന്ത്രദീക്ഷ എടുത്തവരെല്ലാവരും ചൊല്ലുന്ന ഒരിതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അത് അവരുടെ ജീവിതത്തിൽ ദിവസം ഒരു നേരമെങ്കിലും അത് ചൊല്ലണം. സ്വസ്തി പ്രജാപതി പരിപാലയന്താ പറഞ്ഞില്ലെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയണം. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖവും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആ പ്രാർത്ഥന ശക്തിയിലല്ലേ ഭാരതം എന്ന് പറയുന്നത് എത്രയൊക്കെ വിദേശാക്രമണം വന്നാലും നമ്മുടെ സ്വത്വത്തിൽ നിലനിൽക്കുന്നത്, അല്ലേ?
അപ്പോൾ നമ്മുടെ തോന്നലുകൾക്ക് പരമ്പരകളായിട്ട് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ വംശങ്ങളായിട്ടുള്ള ആ പരമ്പരകൾക്ക് അതിന് പവറില്ലേ? ഉണ്ട്. അതേപോലെ തന്നെയാണ് അതിഥി ദേവോ ഭവ, അതിഥി ദേവോ ഭവ. ദൈവമായി തന്നെ കരുതുന്നത്. അതിഥി ദേവോ പറഞ്ഞു, പക്ഷെ അതിഥി വരുന്നത് കത്തിയായിട്ടാണെന്ന് മനസ്സിലായില്ല, നമ്മളെ ചൂഷണം ചെയ്യാനാണ് വന്നതെന്ന് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെ ചൂഷണം ചെയ്യാൻ വന്ന രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇവിടെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാട്ടുരാജ്യങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് തമ്മി ദൈവത്തിൻ്റെ പേരിൽ കലഹിച്ച്, രാജ്യത്തിൻ്റെ പല പേരിൽ കലഹിച്ച്, ജാതിയുടെ പേരിൽ കലഹിച്ചു, മനസ്സിലായോ? പലതിലും നമ്മൾ കലഹിച്ചു. അത് ചൂഷണം ചെയ്തു. വേറെ രാജ്യത്തെന്നുള്ളവർ ബുദ്ധിപരമായിട്ട് ആയുധം കൊണ്ടെല്ലാം ചൂഷണം ചെയ്തു. പക്ഷേ ആ ചെയ്ത രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? നശിച്ചുപോയി. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു പക്ഷേ അതിനു മുമ്പ് നമ്മളും ഏതെങ്കിലും രാജ്യങ്ങൾ നമ്മുടെ പൂർവികർ, മനസ്സിലായോ, ഈ രാജ്യത്തിലെ പൂർവികർ ആക്രമിച്ച് ഇത് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഇവിടെയും സംഭവിച്ചത്. പറയുന്നുണ്ട് ഇന്തോനേഷ്യ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ചേര സാമ്രാജ്യം അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിലൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ശക്തിയുടെ അതേ പവർ മനുഷ്യർ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അത് മനുഷ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്, പ്രകടിപ്പിക്കാനായിട്ട്. അത് ബാക്കിയുള്ളവന് മനസ്സിലാകുന്ന രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ നമ്മൾ പട്ടീനെ ആകർഷിക്കാൻ ബൗബോ എന്ന് പറയും. പൂച്ചയ്ക്ക് ബൗബോ എന്ന് പറഞ്ഞ് പട്ടീനെ ആകർഷിക്കാൻ പറ്റുകയില്ല. പൂച്ചനെ ആകർഷിക്കാനായിട്ട് നമ്മൾ മ്യാവ് എന്ന് പറയും, കാക്കനെ കാക എന്ന് പറയും, ആടിനെ വേണമെന്നൊക്കെ വിളിക്കും നമ്മൾ. ഇതിനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതാണ് മനുഷ്യനുള്ള ഒരു പ്രത്യേകത. ലോകത്തുള്ള എല്ലാത്തിനോടും കണക്ട് ചെയ്യാനുള്ള ആ ഒരു നമുക്ക് ദൈവം അത് നമ്മൾ കണ്ടെത്താതെ പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഈ ആരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ജാതകത്തെ കുറ്റപ്പെടുത്തും, രാജ്യത്തെ കുറ്റപ്പെടുത്തും, രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തും, ഇതൊക്കെ ചെയ്യും. ഇതെല്ലാവരും വ്യക്തികളല്ലേ? അതെ. ഇപ്പോൾ നമുക്ക് മിസൈൽ മാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രപതി വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച ആളല്ലല്ലോ, അല്ലേ? ആ രാഷ്ട്രപതി എല്ലാ ഇതുമായിട്ട് എന്താണ്, ട്രെയിനിൽ നിന്ന് വീഴുന്ന ന്യൂസ് പേപ്പർ കെട്ടെടുത്തിട്ട് അത് രാമേശ്വരം ദ്വീപിൽ ഓരോ വീടുകളിൽ കൊടുത്ത് അത് വെച്ചിട്ട് 10 മക്കളോ മറ്റുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ്. ആ വ്യക്തി ലോകത്തെ എണ്ണം പറഞ്ഞ രാഷ്ട്രപതിയും മിസൈൽ മാനാകാൻ സാധിച്ചു. അപ്പോൾ അവസരങ്ങൾ എല്ലാവർക്കും തുല്യമല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നതിലെ വ്യത്യാസമാണ്, നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചാണ്. അതെ. ക്ലാസ് ടീച്ചർ ആരാകണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അടുത്ത വീട്ടിലെ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായാൽ മതി എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രപതി കേരളത്തിൽ നിന്നുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം കണ്ടിരിക്കണം, അദ്ദേഹം ജീവിക്കണമെങ്കിലും ലാവിഷായിട്ട് ഫാനൊക്കെ ഇട്ട് കൂട്ടിനകത്താണ് ഈ ബാബുവിൻ്റെ വീട്ടിലെ പട്ടി ജീവിക്കുന്നത്, മനസ്സിലായി? അദ്ദേഹത്തിനെയും ആ ആഗ്രഹിച്ച ആളെ രാഷ്ട്രപതി ഭവനെ വരെ ഈ യൂണിവേഴ്സ് എത്തിച്ചു. ആ ആഗ്രഹം അദ്ദേഹത്തിൽ വരുമ്പോൾ, പഴയമുറി സ്കൂളിൽ അദ്ദേഹം പഠിക്കുമ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാനൊരു MP ആകുമെന്നോ, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുമെന്നോ, ഈ പറഞ്ഞ ഇത് സാമൂഹികമായിട്ട് താഴെത്തട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ പറയാം, ജാതി സമ്പ്രദായത്തിൽ അടിച്ചമർത്തപ്പെട്ടതാണ് എന്നൊക്കെ പറയാം. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്? KR നാരായണന്റെ ഒക്കെ ജീവിതകഥ എടുത്തു നോക്കും നമ്മൾ, അത്രത്തോളം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അതെ, ഈ അനുഭവിക്കുന്നവരിലാണ് റിസൾട്ട് വരുന്നത്. അനുഭവിക്കാത്തവരിൽ റിസൾട്ട് ഒരിക്കലും വരികയില്ല. നമ്മൾ നോക്കുക, ആരൊക്കെ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ടോ അവർ ഭൂമിയിൽ നിന്ന് ഈ വിത്ത് ഇത് വീണിട്ട് പിന്നെ ഇത് കിളിർത്ത് മുകളിലേക്ക് വരികയല്ലേ, ഇതുപോലെ അനുഭവങ്ങളിലൂടെ വന്ന ആൾക്കാരാണ് എല്ലാവരും. നമ്മളീ പറഞ്ഞ ഏത് വ്യക്തിനെ നോക്കിയാലും ആ അനുഭവങ്ങളിലൂടെ വരുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി. ഈ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ ദി ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കാൻ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് പറയുന്ന ഒരു തത്വം അദ്ദേഹം പറയുന്നുണ്ട്. അത് ലോ ഓഫ് അട്രാക്ഷൻ പലതും പറയും. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു ആഗ്രഹം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആരോട് പറയും? ഞാനിപ്പോൾ ഒരു കാര്യം പറയണമെങ്കിൽ ഏതെങ്കിലും കേൾക്കാൻ ഒരാൾ വേണമല്ലോ. ഈ കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ നമ്മൾ ഈശ്വരനോട് പറയുന്നു എന്ന് പറയും അല്ലേ? ഈശ്വരൻ എന്ന് പറയുന്നത് ശക്തി നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നും അതിന് റിസൾട്ട് വരുന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഇത് പറഞ്ഞ് ഇവരിൽ റിസൾട്ട് വരുന്നു. അപ്പോൾ ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ റിസൾട്ട് വരും. അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ KR നാരായണൻ സാറിൻ്റെ കാര്യത്തിലൊക്കെ വിദേശത്ത് പോകാനൊക്കെ ലാസ്റ്റ് ഡേയിലൊക്കെ ആ പേപ്പറിൻ്റെ കട്ടിങ് കണ്ടിരിക്കണത്, അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട്. പലരുടെ ഇതിലും അവസാന ഘട്ടത്തിലാണ് ഇവർ ആ ഒരു വഴി ഇവർക്ക് തേടിയെത്തണത്. അപ്പോൾ അവരിൽ ആ ഒരു പേപ്പർ അതേ സമയത്ത് വരണമെങ്കിൽ എന്തോ ഇൻഡ്യൂഷൻ വന്നിട്ടില്ലേ ആ പേപ്പർ അവസാന ഘട്ടത്തിലാണ് ഇവർക്കെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ പർട്ടിക്കുലർ പേപ്പർ നോക്കാനായിട്ടുള്ള ഇൻഡ്യൂഷൻ ഇദ്ദേഹത്തിന് വന്നുകൊണ്ടല്ലേ ആ പേപ്പർ നോക്കുന്നത്.
അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞ ഇതിൽ തീവ്രമായിട്ട് ആഗ്രഹമുള്ളവർ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും. അത് എല്ലാ മനുഷ്യരിലും വർക്ക് ചെയ്യും. കുട്ടികളിൽ നന്നായിട്ട് വർക്ക് ചെയ്യും, കുട്ടികളിൽ സങ്കല്പശക്തി നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. പണ്ട് നാച്ചുറൽ ഫുഡായിരുന്നു, ഇപ്പോൾ ജങ്ക് ഫുഡാണ്. അതിൻ്റെ വ്യത്യാസം വരും. സ്ത്രീകളിൽ വർക്ക് ചെയ്യും. കാര്യം സ്ത്രീകളിൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു രൂപം സ്ത്രീയാണ്. ഈ പ്രകൃതി നിലനിൽക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എല്ലാത്തിലും. ഇപ്പോൾ മത്തൻ്റെ പൂ കണ്ടിട്ടുണ്ട്, അത് പെൺപൂവും ആൺപൂവും ഉണ്ട്. എല്ലാത്തിലും പെൺപൂവും ആൺപൂവും ഉണ്ട്. അപ്പോൾ പെൺപൂവ് ഉണ്ടെങ്കിൽ അതിൽ വിത്തുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. മനസ്സിലായി? ആൺപൂ ഉണ്ടെങ്കിൽ അത് തലയും പൊക്കി ഇങ്ങനെ നിൽക്കും എന്നുള്ളതല്ലാണ്ട്, രാജാവായിട്ട് നിൽക്കും എന്നുള്ളതല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. മനസ്സിലായി? അപ്പോൾ ആ ഒരു പ്രത്യേകത സ്ത്രീകൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ സ്ത്രീകളിൽ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും.